ഇന്നലത്തെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ അനുമോള് സേഫ് ആയതിൽ പ്രത്യേകിച്ച് ആർക്കും സന്തോഷമൊന്നുമില്ല. ഷൈക്കാൻ്റെ കൊടുക്കുമ്പോഴും അത്തരത്തിൽ തന്നെയാണ്. അനുമോൾക്ക് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടൊന്നും ആരും ഷൈക്കാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം മനസ്സിലായ അനുമോള് ലക്ഷ്മിയുടെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അവൾക്ക് ലക്ഷ്മിയെ പോലുള്ളൊരു ഫ്രണ്ടിനെ ആയിരുന്നു ബിഗ് ബോസ് വീടിനകത്ത് വേണ്ടിയിരുന്നത്. എന്തോ അനുമോളുടെ സെലക്ഷൻ ആണെങ്കിലും തെറ്റിപ്പോയി. ഇതുപോലുള്ള ക്രൂക്കഡായിട്ട് ചിന്തിക്കുന്ന കൂട്ടുകെട്ടിൽ പെട്ടുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനുമോളും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഇവർ സംസാരിക്കുന്നത് ശൈത്യയെക്കുറിച്ചാണ്. ശൈത്യ എല്ലാം അനുമോളുടെ തലയിലേക്കാണ് കുറ്റങ്ങൾ ഇടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത് അത് ഓരോരുത്തരുടെ മെൻ്റൽ സ്ട്രെങ്ത് ആണ്. ശൈത്യയെ സംബന്ധിച്ച് ശൈത്യയ്ക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണെന്ന്. ശൈത്യയെ സംബന്ധിച്ച് ശൈത്യയ്ക്ക് അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ലായിരിക്കാം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണല്ലോ ഓരോന്ന് കിട്ടുന്നതെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അവൾ പറയുന്നതെല്ലാം എൻ്റെ കുറ്റമാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ചെയ്തിട്ടല്ലല്ലോ, അവൾ ചെയ്യുന്ന പ്രവൃത്തിക്കല്ലേ അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യുന്ന ഈ കമൻറ്റ് നോക്കുന്നു, കോൾ ചെയ്യുന്നു, ഈ കമൻറ്റൊക്കെ എന്തിനാണ് നോക്കുന്നത് എന്നൊക്കെ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മി പറയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നീ ഹാപ്പി ആയിട്ടിരിക്കും, നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് പുറത്ത് നടക്കുന്നത്. ലക്ഷ്മിയെ സംബന്ധിച്ച് ഇത്രയൊക്കെ ക്ലൂ കൊടുക്കാൻ പറ്റുള്ളൂ. ലക്ഷ്മി മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എവിക്ഷൻ കഴിഞ്ഞപ്പോൾ അനുമോൾക്ക് കുറച്ച് പേർക്ക് ഷൈക്കാൻ്റെ കൊടുത്തു. പക്ഷെ അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ളതല്ല. അവരുടെയൊക്കെ മുഖം ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആത്മാർത്ഥമായിട്ട് ആരൊക്കെയാണ് ഷൈക്കാൻ്റെ തന്നെയെന്ന്. അഭിലാഷ്, ഒനിൽ, അവരൊക്കെയാണ് ആത്മാർത്ഥമായിട്ട് ഞാനിവിടെ നിൽക്കണം, ഞാനിവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അവരുടെയൊക്കെ മുഖത്ത് ഹാപ്പി ആയിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ മുഖത്തൊന്നും അത്ര സന്തോഷം ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് അനുമോളെ കപ്പ് ഉയർത്തുമ്പോഴും സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഹഗ് ചെയ്യുന്നോ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തിൽ പങ്കെടുക്കുമോ എന്നൊക്കെ. ഒരുപക്ഷെ ക്യാമറകൾ കണ്ണുകളുടെ മുന്നിലേക്ക് വേണ്ടി മാത്രം കൈയടിക്കുകയും ഹഗ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ആത്മാർത്ഥത ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ സീസണിൽ അത്രമാത്രം വിഷങ്ങൾ നിറഞ്ഞൊരു സീസണായിരുന്നു കേട്ടോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം വിജയിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ താഴ്ത്താൻ നോക്കുന്ന ഒരു സീസൺ. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ പുറത്തായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് അനുമോൾ നിൽക്കുന്നത്. അനുമോൾക്ക് മെൻ്റൽ സപ്പോർട്ടുമായി ലക്ഷ്മി ഉണ്ട് കേട്ടോ. ലക്ഷ്മിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് പുറത്തുണ്ടെങ്കിലും ലക്ഷ്മി മാക്സിമം പറഞ്ഞ് അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് കേട്ടോ അപ്പാനി വരുന്നത്. അപ്പാനി വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട്, നമുക്ക് ഒന്ന് സംസാരിക്കണം. അപ്പോൾ അനുമോൾ പറയുന്നു, ഇല്ല എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പോൾ അപ്പാനി, ഇല്ല നമുക്ക് സംസാരിക്കാനുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് സംസാരിക്കാം എന്ന്. അപ്പോൾ അനുമോൾ ചോദിക്കുകയാണ്, ആരൊക്കെ? ഞാനും അക്ബറും എന്ന്. അപ്പോൾ അനുമോൾ, ഓക്കെ ശരി, എനിക്കൊന്നും സംസാരിക്കാനില്ല, എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങൾ തന്നെ ഒരുപാടുണ്ട്, അതിൻ്റെ ഇടയിൽ എനിക്കിനിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ വരാം, ഫ്രീ ആകുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ് വിടുകയാണ് കേട്ടോ ചെയ്തത്. ആ സമയത്ത് അപ്പാനിയാണെങ്കിൽ നാണം കെട്ടുപോയിട്ട് അപ്പാനിയുടെ മുഖമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. അത് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട് പോകുന്നത്. കുറച്ച് നാണം കെട്ടിട്ടാണെങ്കിലും അപ്പാനി അവിടെ നിന്ന് പോയി. അപ്പാനിയെ സംബന്ധിച്ച് അപ്പാനി നല്ല പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിൽ വന്നത്. പക്ഷേ വീട്ടിൽ വന്ന് കയറി എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ എന്താ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പാനിയെ സംബന്ധിച്ച്. എനിക്കറിയില്ല എന്താണ് ഇത്രമാത്രം അക്ബറിൻ്റെ അടിമയായിട്ട് നിൽക്കുന്നതെന്ന്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അപ്പാനിക്ക് പോകേണ്ടി വന്നത് വീട്ടിലേക്ക്. 2 ദിവസം കൂടി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.